ഹായ് ഡിയേഴ്സ്, ഈ വെക്കേഷൻ അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ലണ്ടൻ സിറ്റി വന്നിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഈ ലണ്ടൻ സിറ്റിയുടെ വോളൊക്കെ ഇന്നലത്തെ കാറ്റിലും മഴയ്ക്കും തകർന്നു വീണു കേട്ടോ. ഇത് മാത്രമല്ല, വേറെയും ചില നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഇന്ന് ടിക്കറ്റ് എടുത്ത് മുഴുവൻ എക്സ്പ്ലോർ ചെയ്യൽ പോസിബിൾ അല്ല. സോ നമുക്ക് കുറച്ച് ഏരിയ മാത്രം കവർ ചെയ്യാനുള്ള പെർമിഷൻ കിട്ടി. നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ലണ്ടൻ സിറ്റി ഏകദേശം ഇവിടെയൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ചെറിയ തോതിലെങ്കിലും ഒരു ലണ്ടനിലേക്ക് പോയി വന്നൊരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് അതുപോലെയൊക്കെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ ഒന്നല്ല ഒരുപാട് പേര് ശ്രമിച്ചിട്ടുണ്ട്. അതിൻ്റെ ആ എഫേർട്ട് നമുക്കിതിൽ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. റീഡിങ്ങിനായിട്ടൊരു കോർണറൊക്കെ നമ്മൾ കണ്ടു, പക്ഷെ അവിടെ ആകെ മിസ് ചെയ്തിട്ടാണ് കിടക്കുന്നത്. വായിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ ഫോട്ടോസൊക്കെ എടുത്തിട്ടോ അവിടെ വെച്ചതാവാം. പിന്നെ നമുക്ക് ഒരുപാട് ഫോട്ടോസ് എടുക്കാൻ പറ്റിയ വേറെയും സ്പോട്ടുകൾ ഇവിടെ കാണാൻ പറ്റും കേട്ടോ. എന്തായാലും നല്ല കളർഫുള്ളായിട്ടുള്ള ഭാഗങ്ങൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് നല്ല ഫോട്ടോസ് തന്നെ ഇവിടെ നിന്ന് കിട്ടും. പിന്നെ ഞാനിങ്ങനെ അതിൻ്റെ ഉള്ളിലൊക്കെ ചുറ്റി കണ്ടു കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഒരുപാട് ഭാഗങ്ങളൊന്നും കാണാൻ പറ്റില്ല. ഉള്ള ഭാഗം നമ്മൾ നന്നായിട്ട് ആസ്വദിച്ചു കേട്ടോ. പിന്നെ ഈ ഒരു സൈക്കിള്, ഇവിടെ ഒരു സൈക്കിളുണ്ട്. ആ സൈക്കിളിൽ കുട്ടികളൊക്കെ ഇരുന്നിട്ടുള്ള ഫോട്ടോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അതിലൊന്ന് കയറിയിരുന്നു കേട്ടോ. ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാനുള്ള ടിക്കറ്റ് ചാർജ് ഒരാൾക്ക് 80 രൂപ എന്നാണ് കേട്ടോ കേട്ടത്. ഈ സ്റ്റെയർ കയറുന്നതിനേക്കാൾ ഭംഗി ഇറങ്ങുമ്പോഴാണ് കേട്ടോ. വളഞ്ഞു തിരിഞ്ഞ് ഉള്ള ഇറക്കം നല്ല രസമായിട്ട് തോന്നി. നമ്മളെ കൂടാതെ വേറൊരു ഫാമിലി കൂടെ അവിടെ കണ്ടു കേട്ടോ. അവരും ഫോട്ടോസൊക്കെ എടുത്ത് എൻജോയ് ചെയ്യാണ്. പിന്നെ നേരെ പോയത് ബേർഡ്സിൻ്റെ ഏരിയയിലേക്കാണ് കേട്ടോ. പക്ഷെ അവിടേക്ക് പെർമിഷൻ ഇല്ല. സോ നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ നമ്മളിതിൻ്റെ പുറത്തേക്ക് പുറത്തെത്തിയപ്പോൾ ആ തകർന്നിട്ടുള്ള വോളൊക്കെ അവിടെ ആളുകളൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നാളെ എന്തായാലും ആളുകളുടെ തിരക്കായിരിക്കും. മഴയൊക്കെ പെയ്തുകൊണ്ട് പുറത്തെ കാഴ്ച ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ വളാഞ്ചേരിയിലെ ലണ്ടൻ സിറ്റി കാണാൻ പോകുന്നവർ നാളെ തന്നെ പോയിക്കോളൂ കേട്ടോ. ഓക്കെ, താങ്ക്